4 സംസ്ഥാനങ്ങളിൽ സൈന്യത്തിന്റെ വൻ ലഹരിവേട്ട 76.12 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. അസം, മണിപ്പൂർ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടന്നത്. 43 പേർ സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷനിൽ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആദർശ് ചേരുന്നു. ആദർശ്, അടുത്ത കാലത്തുണ്ടായതിൽ വലിയൊരു ലഹരിവേട്ടയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രജിത്ത്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ലഹരി വ്യാപനത്തിന് തടയിടുക എന്നുള്ള നടപടിയുടെ ഭാഗമായാണ് സൈന്യം തന്നെ ലഹരി വേട്ടയ്ക്കിറങ്ങിയത്. സൈന്യം നടത്തിയ പരിശോധനയിലാണ് അസം, മണിപ്പൂർ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിന്ന് വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടിയത്. സൈന്യം നടത്തിയ പരിശോധനയ്ക്ക് സൈന്യത്തിനൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. 76.12 കോടിയുടെ ലഹരി മരുന്നുകൾ പിടികൂടിയെന്നാണ് സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയ്ഡിനിടയിൽ മയക്കുമരുന്ന് കടത്തുകാരും മറ്റുമായി 43 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ സൈന്യം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഹെറോയിൻ, കഞ്ചാവ്, കറുപ്പ്, മെത്താഫെറ്റമിൻ ഗുളികകൾ ഉൾപ്പെടെയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും പരിശോധന നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈന്യം ഈ പരിശോധന തുടങ്ങി വയ്ക്കുകയും പിന്നീട് അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് ഇപ്പോൾ ഈ പരിശോധന ഏറ്റെടുത്ത് ലഹരിമരുന്നിനെതിരെയുള്ള കർശനമായിട്ടുള്ള പരിശോധനകളുമായി മുന്നോട്ട് പോവുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ ലഹരി വിരുദ്ധ നടപടികൾ വ്യാപിപ്പിക്കും എന്നാണ് സൈന്യം നൽകുന്ന വിവരം. ഒപ്പം തന്നെ അതാത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയെയും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ സൈന്യം പങ്കാളികളാക്കിക്കൊണ്ടായിരിക്കും ഈ ലഹരി വിരുദ്ധ നടപടികളുമായി സൈന്യം മുന്നോട്ട് പോവുക. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് സൈന്യം നൽകുന്ന വിവരം. അതാത് സംസ്ഥാനങ്ങളിലെ പോലീസിനെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ സൈന്യം കൈമാറുന്നുമുണ്ട്. നേരത്തെ തന്നെ ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള ഈ മയക്കുമരുന്ന് കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ സൈന്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസ് സേനകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള നടപടികൾ തന്നെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രജിത്ത്. ഓക്കെ ആദർശ്, എന്തായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലഹരിക്കെതിരായ വലിയ നീക്കം നടത്തുകയാണ് സൈന്യം. 76 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്നുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്.